അസ്സലാമു വെൽക്കം ടു യമ്മി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ഇഫ്താർ സ്നാക്കാണ്. അതൊരു ഫില്ലിംഗ് തന്നെ വെച്ചിട്ട് രണ്ട് തരത്തിലാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചെറിയ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തത് 2 കപ്പ് നിറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്കൊരു പാപ്രിക്ക പൗഡറാണ് കേട്ടോ. പാപ്രിക്ക പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണിത്, പിന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. അപ്പം ഞാൻ കുറച്ച് എരിവും കൂടി എനിക്ക് കൂടുതലായി ചേർക്കണം തോന്നിയുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ കുറച്ച് സ്പൈസ് കിട്ടണമെന്ന്, വല്ലാതെ സ്പൈസൊന്നുമില്ല. പക്ഷേ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ തൈര്, നല്ല കട്ടിയുള്ള തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 1/2 hour നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ പീസ് ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തോന്നുന്നതാണ്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളക് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചേർക്കുന്നത്. അതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു 8 ബീൻസ്, ഒരു 8 ഉള്ളൂ. കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ തോന്നുന്നതാണ്. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചിക്കനില്ലേ, ആ ഒരു 1/2 hour ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ചിക്കന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്കിതൊന്ന് ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, ചൂടായി വരുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും. അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കനല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മൂടി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത് വെള്ളം വറ്റുന്നതനുസരിച്ച് നമുക്ക് ചിക്കനൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ എരിവ് ഇതിപ്പോൾ സാധാ എരിവേ ഉള്ളൂ കേട്ടോ, അധികം എരിവൊന്നും സ്പൈസൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ചിലവർക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാനാവും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടിയും പെപ്പർ പൗഡറൊക്കെ ഇട്ട് ഒന്നും കൂടിയും സ്പൈസി ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ക്യാരറ്റും, ചെറിയൊരു ക്യാരറ്റേ ഉള്ളൂ കേട്ടോ, കാണുമ്പോൾ നമുക്ക് കുറേ ഉള്ള പോലെ ഉണ്ടാവും. ക്യാരറ്റും ബീൻസും സവാള ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അതിലിട്ട് വഴറ്റാം. ഇതും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ട് മസാല വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന മാത്രം. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പച്ചമുളകും നന്നായി ഒന്ന് വഴന്ന് കിട്ടേണ്ട ഒരു സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴന്ന് കുറച്ചൊന്ന് ആയതിന് ശേഷം ക്യാബേജും ക്യാപ്സിക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആ ഒരു പാനിൽ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടും. പിന്നെ അതിൽ ഉള്ളിയുടെയൊക്കെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ കിടന്ന് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കിട്ടും. മൂടി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു മുട്ട, ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചൂടാറിയതിന് ശേഷം ഒരു മുട്ട ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി എടുത്തിട്ട് നമുക്കിതിവിടെ ഫില്ലിങ് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുക്കുന്നതിന് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഞാൻ ഈ ഒരു ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് വെക്കുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ
കുഴച്ചിട്ട് നിങ്ങൾക്ക് ഇത് ബേസ് ഉണ്ടാക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി തിക്കായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷീറ്റ് നല്ല തിന്നായിട്ടുള്ള ഷീറ്റായതുകൊണ്ട് തന്നെ 2 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഷീറ്റ് വെച്ചിട്ട് നമുക്കിതുപോലെ വയ്ക്കാം. അപ്പോൾ അതിന് നടുവിലായിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ഇത് സ്പ്രിംഗ് റോളൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പ് ഉണ്ടാവില്ലേ, അതേപോലെ നല്ല ക്രിസ്പായിരിക്കും കേട്ടോ. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ 4 സൈഡിലും നമ്മുടെ ഈ മൈദേൻ്റെ ആ ഒരു മാവ് ഒട്ടിച്ച് കൊടുത്തിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടും ഈ 2 സൈഡിലും കൂടി ഒന്ന് മൈദേൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ട് നമുക്കത് ഇങ്ങോട്ടും തിരിച്ച് ഇപ്പുറത്തേക്കും ചെറിയതായിട്ടൊന്ന് മുകളിലേക്ക് നിന്നാൽ മതിയിട്ട്, തട്ടി നിന്നാൽ മതി, അധികം ഒന്നും നിൽക്കണ്ട. അതുപോലെ നമുക്ക് ഒട്ടിച്ച് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഷേപ്പിലൊരു ബോക്സ് പോലെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ 2 ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായി ഫില്ലിങ് വെച്ചു. ഇതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും നമുക്ക് ആ മൈദേൻ്റെ ആ പേസ്റ്റ് തേച്ച് കൊടുക്കാം. അത് ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ പേസ്റ്റ് നമ്മൾ തേക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോഴും ചെയ്യാറില്ലേ, അതുപോലെയൊക്കെ തന്നെ 4 സൈഡും തേച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കാം. എന്നിട്ടൊന്ന് 2 സൈഡ് ഒട്ടിക്കാം. എന്നിട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഇത് ഞാനൊരു പാനിൽ കുറച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്കിതുപോലെ ഈ 2 സൈഡും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. ഇതേപോലെ 2 സൈഡും മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇത് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സെയിം മസാല വെച്ചിട്ട് തന്നെയാണ് ഞാൻ അടുത്തൊരു ഇതും കാണിക്കുന്നത്. ബ്രെഡ് കൊണ്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നന്നായി ഒന്ന് പാനിലിട്ട് ചൂടാക്കി ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് കേട്ടോ. ഇതുപോലെ തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് അതിൻ്റെ അരികൊന്ന് മുട്ട വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മൈദ പേസ്റ്റ് വെച്ചിട്ടോ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ അരിക നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുട്ട വെച്ചിട്ട് നമുക്ക് അരിക ഒട്ടിച്ചെടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് അതിന് ചീസ്, മൊസറല്ല ചീസോ അല്ലെങ്കിൽ ചെറാ ചീസോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ചീസ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചീസ് ഉള്ളതാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാം ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടയുടെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടല്ലേ, ഈ മുട്ടയിൽ തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ തേച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് പാനിൽ വെച്ചിട്ട് ഇതും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ബട്ടറാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബ്രെഡ് ബട്ടറിൽ കിടന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച്, അത് നിങ്ങൾക്ക് ഓയിൽ ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ബട്ടർ ചേർക്കണം നിർബന്ധമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ട് വെച്ച് നമുക്കിതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോളൊക്കെ എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഓരോ ഫില്ലിങ് തന്നെയാണ്, നല്ല 2 തരത്തിൽ ഉണ്ടാക്കിയത് കാണിക്കണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പോൾ മറ്റേ സ്പ്രിംഗ് റോൾ ഷീറ്റ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ മൈദ ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് കുഴച്ചിട്ട് തിന്നായിട്ട് പരത്തിയിട്ട് അതിൽ ഷീറ്റ് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. അല്ലാണ്ട് ഷീറ്റ് തന്നെ വേണം നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാഹ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.